2 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ 300 പേരുടെ ഗ്രൂപ്പിൽ ധ്യാനം നടത്തുന്ന 3 ദിവസത്തെ ധ്യാനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു കാര്യം അവരോട് പറഞ്ഞു. അതിതാണ്, ഒരു 9 ദിവസത്തേക്ക് വലിയ പ്രശ്നങ്ങളെ നേരിടുന്നവർ ഒരു 9 ദിവസത്തേക്ക് 40 സ്വർഗസ്ഥനായ പിതാവേ ചെല്ലുക, 9 വിശ്വാസ പ്രമാണം ചെല്ലുക. 12 അപ്പസ്തോലന്മാരും പരിശുദ്ധ അമ്മയും ചേർന്നെഴുതിയ ക്രിസ്തീയ വിശ്വാസ സംക്ഷേപമാണത്. എത്രയും ദയുള്ള വലിയ വിശുദ്ധനായ ബെർണാർഡ് പുണ്യാൻ എഴുതിയ എത്രയും ദയുള്ള മാതാവേ 12 പ്രാവശ്യം ചെല്ലുക 9 ദിവസത്തേക്ക്. ആരൊക്കെ ചെല്ലി എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. PhD ബിരുദമുള്ള, ഉയർന്ന ശമ്പളമുള്ള, പ്രത്യക്ഷത്തിൽ നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീ, ഞാൻ വ്യക്തിയായിട്ട് സംസാരിച്ചിട്ടേയില്ല, അന്ന് 9 ദിവസത്തേക്ക് ഈ പ്രാർത്ഥന ചൊല്ലി അവർക്കുണ്ടായിരുന്ന ബ്രസ്റ്റ് ക്യാൻസർ സുഖപ്പെട്ടു എന്ന് അവരുടെ സുഹൃത്ത് മലയാളിയിലൂടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. എന്നു മാത്രമല്ല, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മലയാളിയോടൊപ്പം 76 വയസ്സുള്ള ഒരു മലയാളി സഹോദരനോടൊപ്പം ആ സ്ത്രീ കോട്ട കൺവെൻഷന് വന്ന് സാക്ഷ്യം പറഞ്ഞു. ഡിവൈൻ മലയാളം സെക്ഷനിൽ സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും വലിയ സന്തോഷമായി. പിറ്റേ കൊല്ലം ഒരിക്കൽ കൂടെ ആ മലയാളി സുഹൃത്തിനോടൊപ്പം വന്ന് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ധ്യാനത്തിൽ പങ്കുചേർന്നു. ഹല്ലേലൂയ. 3-ാം തവണ ഈ കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബറിൽ കാനഡയിലും അമേരിക്കയിലും ധ്യാനിച്ചപ്പോൾ ന്യൂജേഴ്സിയിലുള്ള ധ്യാനത്തിൽ വന്ന് നല്ല ഒരു സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം സാക്ഷ്യം പറയാൻ വിൻസെൻഷ്യൻ ധ്യാനമന്ദിരമുള്ള ഉഗാണ്ടയിലേക്ക് പോകുന്നു, ഇങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടു എന്നും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നെയാണ്. സ്വർഗസ്ഥനായ പിതാവ് 40 പ്രാവശ്യം 9 ദിവസം ചൊല്ലിയപ്പോൾ അത് യേശുവിൻ്റെ ഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥന. വിശ്വാസ പ്രമാണം 9 പ്രാവശ്യം 9 ദിവസത്തേക്ക് ചൊല്ലിയപ്പോൾ, എത്രയും ദയുള്ള മാതാവ് ചൊല്ലിയപ്പോൾ, ഇത് ലോകം മുഴുവനും ഉള്ള ഒരു അനുഗ്രഹ അഭിഷേക സന്ദേശമാണ്. നമ്മൾ മടുപ്പ് കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും.